ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നതായിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ ഓർമ്മിക്കും. ആ മൂന്നും കൂടിയ മൂലയിൽ ആലീസ് ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ഒരു കൊച്ചു മുയൽക്കുട്ടൻ ഇങ്ങനെ ചാടി 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 വരികയാണ്. ആ മുയൽക്കുട്ടനോട് ഈ ആലീസ് ചോദിക്കുകയാണ്, ഇനി ഇതിലേത് വഴിയിലൂടെയാണ് ഞാൻ പോകേണ്ടത് എന്ന്. അപ്പോൾ ആ മുയൽക്കുട്ടൻ ആലീസിനോട് ചോദിച്ചു പോലും, നിനക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറയും. അപ്പോൾ ആലീസ് പറയും, എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഏത് വഴിയിലൂടെ പോയാൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു എന്ന്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊന്നല്ല 1000 വട്ടം കേട്ട കഥയായിരിക്കും ഇത്. നമ്മുടെ കൊച്ചുനാൾ തൊട്ട് നമ്മൾ കേട്ട കഥയാണ്. 1001ാമത്തെ വട്ടം ഇന്ന് ഞാൻ നിങ്ങൾ ആ കഥ കേൾപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ ലൈഫിൻ്റെ കഥയാണ്. ജീവിതത്തിൽ എവിടേക്ക് പോകണം എന്ന് നിശ്ചയിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ എവിടേക്ക് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും എത്തിയാൽ മതി എന്നാണ്. അങ്ങനെയുള്ളവർ എവിടെയും എത്താറില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എവിടെ എത്തണം എന്ന് നമ്മൾ നിശ്ചയിക്കുകയും ആ വഴിയിലൂടെ ആര് നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രശ്നമല്ല. നിങ്ങളുടെ പ്ലാൻ പ്രാക്ടിക്കലാക്കാൻ വേണ്ടതായിരിക്കുന്ന പഠിപ്പ്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനായിട്ടുള്ള പ്രയോഗം, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള മതിൽ, അവർ നമ്മുടെ മുന്നിൽ കെട്ടുന്നതായിരിക്കുന്ന മതിൽ, അത് എത്ര തന്നെ ശക്തമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നതായിട്ടുള്ള തീവ്രമായ ഇച്ഛയോടുകൂടി ഒന്ന് തള്ളിയാൽ തകർന്നു പോകുന്നതേ ഉള്ളൂ. എല്ലാ കാരണത്തിൻ്റെയും കാര്യങ്ങളുടെയും ക്രിറ്റിസിസത്തിൻ്റെയും വിമർശനത്തിൻ്റെയും നിങ്ങൾക്ക് കഴിവില്ലെന്നതായിട്ടുള്ള ലേബലുകളുടെയും എല്ലാ മതിലും നിങ്ങൾക്ക് ഒറ്റ തള്ളുകൊണ്ട് ഇല്ലാതാക്കാം. പക്ഷേ അതിന് നമ്മുടെ മുന്നിൽ ആദ്യത്തെ മതിൽ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരിക്കണം.